നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിത്യവഴുതനങ്ങ വെച്ചിട്ടാണ്. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ തന്നതാണ്. അവളുടെ വീട്ടിലുണ്ടായിട്ടുള്ള നിത്യവഴുതനങ്ങയാണ്. അപ്പം ഞാനിത് ഇതുവരെ നിത്യവഴുതനങ്ങ കണ്ടിട്ടോ ഉണ്ടാക്കിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ട് ഈ നിത്യവഴുതനങ്ങ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ്. നമുക്ക് അധികം ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ പരിചരണങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ അത് പെട്ടെന്ന് പിടിച്ചു വരുന്ന ഒരു ചെടിയാണ് നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒരു കയർ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അതുമ്മ വേഗം വളർന്ന് പന്തലിച്ച് പൊക്കോളും. അതുപോലെ തന്നെ 6 മാസം വരെ നമുക്കിതിൽ നിന്ന് നിത്യവഴുതനങ്ങ കിട്ടും. മഴക്കാലത്തൊക്കെ ഇത് നട്ട് കഴിഞ്ഞാൽ ചെടി പിടിച്ചു വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിലിപ്പോൾ നിത്യവഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാപ്സിക്കം ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് നിത്യവഴുതനങ്ങ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ല ചെറുതാക്കിയിട്ട് നിത്യവഴുതനങ്ങയും അതുപോലെ തന്നെ ക്യാപ്സിക്കം വളരെ ചെറുതാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്, ഞാനൊരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ചെറിയുള്ളി, അതായത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അത് നമ്മൾ മിക്സിയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതനങ്ങയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഉള്ള നിത്യവഴുതനങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിത്യവഴുതനങ്ങ മാത്രമായിട്ട് വെക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവും അതുപോലെ വറ്റൽമുളകിൻ്റെ അളവും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നിത്യവഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് നിത്യവഴുതനങ്ങ അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതാണ്. അത് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തേങ്ങ ചതച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാനിതിവിടെ ഷെയർ ചെയ്യാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ നിത്യവഴുതനങ്ങ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഇതിനൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ റെസിപ്പി ഷെയർ ചെയ്തത്, നിത്യവഴുതനങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു. കഴിച്ചപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നിത്യവഴുതനങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ട് ഈ നിത്യവഴുതനങ്ങ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം ഒഴിക്കാണ്ട് നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഫ്രൈ പാനിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അത് അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് മെഴുക്കുവരട്ടി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്, നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പറ്റുന്നവർ. ഇതിൻ്റെ വിത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് നട്ടുപിടിപ്പിക്കണം. മാത്രമല്ല ഇത് വളരെ ഹെൽത്തി കൂടെയാണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊന്നും അങ്ങനെ അധികം മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല ഇത് എവിടെയും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ